ഗൈസ്, അപ്പോൾ ഇത്ര നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ നമ്മുടെ വലിയ പാഷൻ ഫ്രൂട്ട് ഇവിടെ കിട്ടി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തണ്ട് പൊറിയാണ്ട് നമ്മൾ പിടിച്ചെടുത്തു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ പാഷൻ ഫ്രൂട്ട്. അതിൻ്റെ നമ്മളത് എടുത്തെറിഞ്ഞു കളഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം ഗൈസ്. ദേ ഗൈസ്, നല്ല ഫ്രഷ് പാഷൻ ഫ്രൂട്ടാട്ടോ. ഇത് കപ്പങ്ങയൊന്നുമല്ല, ശരിക്കും പാഷൻ ഫ്രൂട്ടാ. ഉണ്ടോ? ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടാ. നിങ്ങൾ ഒരെണ്ണം എടുത്ത് കാണിക്കും. കണ്ടോ? അപ്പോൾ നമ്മളൊന്ന് പാഷൻ ഫ്രൂട്ട് പറിക്കുന്ന വീഡിയോ ഇല്ലേ, ആ പറിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം പല സാങ്കേതിക കാരണങ്ങളാൽ ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ അനിയൻ ഫോൺ കൊണ്ടുവരാൻ താമസിച്ചു. അതുകൊണ്ട് നമ്മൾ ആ പാഷൻ ഫ്രൂട്ട് പറിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഫോണും കൊണ്ട് വന്നത്. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഈ പറിച്ച് പാഷൻ ഫ്രൂട്ടില്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആ പാഷൻ ഫ്രൂട്ടിനെ പറ്റിയുള്ള ഗുണങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ മരം. ഇങ്ങനെ പടർന്ന് പന്തൽ പോലെ നമ്മുടെ ഒരു വാളംപുള്ളിയുടെ മരമുണ്ട്, അതിലോട്ടങ്ങ് കയറിപ്പോയേക്കുവാണ്. അപ്പം ഇതാണ് ആ പാഷൻ ഫ്രൂട്ട്. ഇത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മൾ അന്നും പറിച്ചത്. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.